ബാഹുബലി 2-വിന് ശേഷം ഒരു പ്രഭാസ് ചിത്രം കൂടി 1000 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ്. കൽക്കി 2898 AD. പ്രഭാസിന്റെ രണ്ടാമത്തെ 1000 കോടി ചിത്രം കൂടിയാണ് കൽക്കി. ഡിസ്റ്റോപ്പിയൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രമായി എത്തിയ കൽക്കിയിൽ പ്രഭാസിന് പുറമെ വമ്പൻ താരനിരയും ഉണ്ടായിരുന്നു. അമിതാഭ് ബച്ചൻ, കമൽഹാസൻ, ദീപിക പദുക്കോൺ, ദിശ പട്ടാനി എന്നിവരും ചിത്രത്തിലുണ്ട്. ജൂൺ 27-ന് പുറത്തിറങ്ങിയ ചിത്രം ലോകമെമ്പാടും 1000 കോടി കളക്ഷൻ എന്ന നേട്ടം സ്വന്തമാക്കി കഴിഞ്ഞു. ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ സിനിമാ പ്രേമികൾ. രണ്ടാം ഭാഗത്തിന്റെ 60% പൂർത്തിയായതായാണ് സംവിധായകൻ നാഗ് അശ്വിൻ പറയുന്നത്. കൽക്കി ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയുമാണ്. 1000 കോടി ക്ലബിൽ ഇടം നേടുന്ന 7ാമത്തെ മാത്രം ചിത്രമാണ് കൽക്കി. 1000 കോടി ക്ലബിൽ ഇടം നേടിയ ഇന്ത്യൻ സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2016-ലാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസ് ആദ്യമായി 1000 കോടി ക്ലബ് എന്ന് കേൾക്കുന്നത് തന്നെ. ദംഗൽ എന്ന അമീർ ഖാൻ ചിത്രത്തിലൂടെയാണ് പുതിയ ചരിത്രം കുറിക്കപ്പെടുന്നത്. ദംഗൽ 1000 കോടി മാത്രമല്ല 2000 കോടി ക്ലബിലും ഇടം നേടിയ ചിത്രമാണ്. നിതീഷ് തിവാരിയുടെ സംവിധാനത്തിലിറങ്ങിയ ദംഗൽ 2070 കോടി രൂപയായിരുന്നു ആഗോള കളക്ഷൻ. ദംഗൽ ഒരു ബയോഗ്രഫിക്കൽ സ്പോർട്സ് ഡ്രാമ ചിത്രമായിരുന്നു. ദംഗലിന്റെ കളക്ഷൻ റെക്കോർഡ് ഇന്നും മറ്റൊരു ചിത്രത്തിനും മറികടക്കാനായിട്ടില്ല എന്നത് മറ്റൊരു കാര്യം. രണ്ടാമത്തെ 1000 കോടി ചിത്രം തൊട്ടടുത്ത വർഷം 2017-ലായിരുന്നു. ബാഹുബലിയുടെ രണ്ടാം ഭാഗമായി പുറത്തിറങ്ങിയ ബാഹുബലി 2 ആയിരുന്നു രണ്ടാമത്തെ 1000 കോടി ചിത്രം. ബാഹുബലി എന്ന ആദ്യ ചിത്രത്തിന്റെ വിജയം തന്നെയായിരുന്നു രണ്ടാമത്തെ ചിത്രത്തിന് ഹൈപ്പ് ഉയരാൻ കാരണം. ഒരു ദക്ഷിണേന്ത്യൻ സിനിമ വടക്കേ ഇന്ത്യയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് ഞെട്ടലോടെയാണ് ബോളിവുഡ് അന്ന് കണ്ടത്. രാജമൗലി എന്ന സംവിധായകനും പ്രഭാസ് എന്ന നായകനും പാൻ ഇന്ത്യൻ ലെവലിൽ ഹിറ്റാകുകയും ചെയ്തു. റിപ്പോർട്ടുകൾ പ്രകാരം പ്രഭാസ്, അനുഷ്ക, തമന്ന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തിയ ഈ സിനിമയുടെ ആഗോള കളക്ഷൻ 1788 കോടിയായിരുന്നു. ബാഹുബലി ചിത്രങ്ങളിലൂടെ ഹിറ്റ് ഡയറക്ടറായ രാജമൗലിയുടെ തൊട്ടടുത്ത ചിത്രം RRR ആണ് അടുത്ത 1000 കോടി ചിത്രം. 2022-ലാണ് RRR റിലീസാകുന്നത്. രാം ചരണും ജൂനിയർ NTRും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം തെലുങ്കിന് പുറമെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലും റിലീസ് ചെയ്തിരുന്നു. 1230 കോടിയായിരുന്നു ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ. ബോക്സ് ഓഫീസ് ഹിറ്റിനും 1000 കോടിക്കുമപ്പുറം ഓസ്കാറിലും RRR തിളക്കമേറിയ നേട്ടമുണ്ടാക്കിയിരുന്നു. തെലുങ്ക് ചിത്രങ്ങളുടെ അടുത്തടുത്ത വരവ് കഴിഞ്ഞ് 1000 കോടി ക്ലബിൽ ഇടം നേടിയത് ഒരു കന്നഡ സിനിമയാണ്. പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിൽ 2022-ൽ പുറത്തിറങ്ങിയ KGF 2. KGF ചലച്ചിത്ര സീരീസിലെ രണ്ടാം ഭാഗമാണിത്. KGFന്റെ ആദ്യ പാർട്ട് നേടിയ വമ്പൻ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാം ഭാഗം പാൻ ഇന്ത്യൻ ലെവലിലാണ് പ്രശാന്തും യാഷും ചേർന്ന് അണിയിച്ചൊരുക്കിയത്. ബോളിവുഡിൽ നിന്ന് സഞ്ജയ് ദത്തും രവീണ ടണ്ടനുമൊക്കെ എത്തിയതോടെ ചിത്രത്തിന്റെ ഹൈപ്പും ഉയർന്നു. ബോക്സ് ഓഫീസിലും ഇത് പ്രതിഫലിച്ചതോടെ 1215 കോടിയാണ് KGF 2 ആഗോള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയത്. 2023-ൽ 1000 കോടി ക്ലബിൽ ഇടം നേടിയ 2 ചിത്രങ്ങളും ബോളിവുഡിൽ നിന്നാണ്. അതും കിങ് ഖാൻ ഷാറൂഖിന്റെ ചിത്രങ്ങൾ, പഠാനും ജവാനും. 2023 ജനുവരി 15-നാണ് പഠാൻ റിലീസായത്. സിദ്ധാർത്ഥ് ആനന്ദ് സംവിധാനം ചെയ്ത ആക്ഷൻ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് വാരിക്കൂട്ടിയത് 1055 കോടിയായിരുന്നു. 240 കോടി ബജറ്റിലെത്തിയ ചിത്രത്തിൽ ദീപിക പദുക്കോണാണ് നായികയായത്. സൽമാൻ ഖാൻ ക്യാമിയോ റോളിലെത്തിയ ചിത്രത്തിൽ ജോൺ അബ്രഹാം ആയിരുന്നു വില്ലൻ. 2023 സെപ്റ്റംബർ 7-നായിരുന്നു ഷാറൂഖിന്റെ രണ്ടാമത്തെ 1000 കോടി ചിത്രമായ ജവാൻ റിലീസിനെത്തിയത്. തമിഴ് സംവിധായകനായ അറ്റ്ലി ആയിരുന്നു ജവാൻ സംവിധാനം ചെയ്തത്. 370 കോടി ബജറ്റിലെത്തിയ ചിത്രത്തിൽ നയൻതാരയും ദീപിക പദുക്കോണുമായിരുന്നു നായികമാർ. 1160 കോടിയാണ് ഈ ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ. ഇതുവരെ കൽക്കി ഉൾപ്പെടെ 7 ചിത്രങ്ങളാണ് 1000 കോടി ക്ലബിൽ ഇടം നേടിയത്. എന്നാൽ ഏറ്റവും കൂടുതൽ 1000 കോടി ചിത്രങ്ങൾ ആരുടെ പേരിലാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ദീപിക പദുക്കോണിന്റെ പേരിലാണ്. അതും 3 ചിത്രങ്ങൾ: കൽക്കി, പഠാൻ, ജവാൻ. ഷാറൂഖ് 2 വട്ടവും 1000 കോടി ക്ലബിൽ ഇടം നേടി. 2024-ൽ ഇനി വരാനിരിക്കുന്നത് വമ്പൻ ചിത്രങ്ങളാണ്. അല്ലു അർജുന്റെ പുഷ്പ 2,
ദളപതി വിജയുടെ ദ ഗോഡ്, രജനീകാന്ത് ചിത്രം വേട്ടയ്യൻ, ഒപ്പം ഒരു പിടി ബോളിവുഡ് ചിത്രങ്ങളും. ഇനി എത്ര 1000 കോടി ചിത്രങ്ങൾ ഈ വർഷം ഉണ്ടാകുമെന്ന കാത്തിരിപ്പിലാണ് സിനിമാ പ്രേമികൾ. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.